ഇനി ഇപ്പോൾ ഒരു അടിയന്തരമായ ഒരു വാർത്ത വരുന്നുണ്ട്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി മരിച്ചു. പുൽപ്പള്ളി കൊല്ലിവയലിൽ കർണാടക കുട്ട സ്വദേശി വിഷ്ണു മരിച്ചു എന്ന് വാർത്ത വരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് ടെലിഫോണിൽ വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ മരണം ഉണ്ടായത്? SKN അല്പസമയം മുമ്പാണ് ഈ വിവരം പുറത്ത് വന്നിരിക്കുന്നത്. വയനാട് പുൽപ്പള്ളി ഭാഗത്താണ് ഈ സംഭവം ഉണ്ടായത്. കൊല്ലിവയൽ കോളനിയിൽ എത്തിയ കർണാടക കുട്ട സ്വദേശിയായ വിഷ്ണു എന്ന 22-കാരനാണ് മരിച്ചിരിക്കുന്നത്. ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളാണ് വിഷ്ണു എന്നാണ് പറയുന്നത്. പാതിരി റിസർവ് വനത്തിൽ ആ പൊളന്ന കൊല്ലിവയൽ ഭാഗത്ത് വെച്ചാണ് ഈ കാട്ടാനയുടെ ആക്രമണം. കാട്ടാന തട്ടി പരിക്കേറ്റതായിരുന്നു. രാത്രികാല പരിശോധനയിൽ ഉണ്ടായിരുന്ന വനപാലകർ ഉടൻ തന്നെ സ്ഥലത്തെത്തി അദ്ദേഹത്തെ ചുമന്ന് വനപാതയിൽ എത്തിച്ചു. പക്ഷേ പരിക്ക് ഗുരുതരമായിരുന്നു. തുടർന്ന് വനംവകുപ്പിന്റെ ജീപ്പിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും യാത്രാമധ്യയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. വിഷ്ണു റിസർവ് വനത്തിന് ആ മേഖലയിലൂടെ വനമേഖലയിലൂടെ കബനി കടന്ന് തിരിച്ച് കർണാടകയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. കാട്ടാനയാണ് ആക്രമിച്ചത്. ആ മേഖലയിൽ കാട്ടാന ശല്യം ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ കുടുംബത്തെ സഹായിക്കാനുള്ള നടപടി, ധനസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കാനുള്ള ഇടപെടൽ ഉണ്ടാകും എന്നുള്ളതാണ് വയനാട് സൗത്ത് DFO അജിത് കെ രാമൻ അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ട സ്വദേശിയാണ് വിഷ്ണു. ഈ കൊല്ലിവയൽ ബന്ധുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വന്ന് കബനിയുടെ കര കടന്നാൽ അപ്പുറത്ത് കുടക് മേഖലയാണ്. ആ കുടക് മേഖലയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആ മേഖല എന്ന് പറയുന്നത് കാട്ടാനകളുടെ ശല്യം നിരന്തരമുള്ള പ്രദേശമാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ പുൽപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൂടി മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്.